ceremony, Meliora. Hi. ഇതിവിടെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. Miss Shilpa N, Doctor of Narayanan and Sarojini. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് ശില്പൻ്റെ ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ അതിന് എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. 8 മണിക്ക് പോകണം. അവിടെ എത്ര മണിക്ക് എത്തേണ്ടത്? അവിടെ 12 മണിക്ക് എത്തിയാൽ മതി. എറണാകുളത്താണ് കേട്ടോ. അവിടെ പറഞ്ഞാൽ 12 മണിക്ക് എത്തണം. പിന്നെ എന്തായാലും രാത്രിയാവും തിരിച്ചു വരെ അല്ലേ, പോകണം. എല്ലാവരും റെഡിയായി നിൽക്കണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ. അപ്പോൾ വരുന്ന വഴിയൊന്നും എടുക്കാൻ പറ്റിയില്ല, ഡ്രൈവിങ്ങിലായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. ഞാനും എടുത്തില്ല. പിന്നെ ചായ കുടിച്ചിട്ട് ഇനി എത്ര മണിക്കൂർ വേണം? ഇനി ഒരു 1.5 മണിക്കൂറൊക്കെ മതിയോ? മോഡലൊക്കെ വന്നിട്ടുണ്ട്. 2 സ്പൂണും ഉണ്ട്. എന്തിനാണോ ഉണ്ടോ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ സ്പൂണൊന്നും വേണ്ടതാ. ഇതാ സ്പൂണും കൊണ്ടൊക്കെ കഴിച്ച് എങ്ങനെയുണ്ടാവും? എത്ര നേരം എന്നോട്ട് എന്താ പറ്റുക? പരിപാടി കഴിക്കും. ഇനി അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീട്ടിലൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. അടുത്ത വടയെത്തി. അപ്പോഴേക്കും കാപ്പി കൊടുക്കും. എല്ലാവരും കഴിക്കണം. അപ്പം ഇനി നേരെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ പോവാൻ കേട്ടോ ഗൈസ്. അപ്പോൾ കഴിച്ചതിന് പുറത്തിറങ്ങി. ഇനി നേരെ പോവാം. ഇനി ഒരു 1.5 മണിക്കൂർ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി അവിടേക്ക് അപ്പോൾ തന്നെ എത്തും. 12 മണിക്ക് അവിടെ എത്തിയാൽ മതി. ബട്ട് നമ്മൾ നേരത്തെയാണ് ഗൈസ്. ഫൈനലി നമ്മളിവിടെ എത്തി. ഭയങ്കര തിരക്ക് കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറേ നേരത്തെ ബ്ലോക്കിന് ശേഷം ഇവിടെ എത്തിയതും ശില്പ എവിടേക്കോ പോയി. ഞങ്ങൾ അവിടെ പോയി ഇരിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നായി പോയി നോക്കട്ടെ എന്താ പരിപാടിയെന്ന്. ഇപ്പം സമയം 1:30 ഗൈസ്. ഇവിടെ തുടങ്ങിയിട്ടാ. പിന്നെ ശില്പ അവിടെ എവിടെയോ ഉണ്ട്. അതൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ശില്പനെ അവിടെ ആക്കിയിട്ട് കഴിക്കാൻ പോവാണ്. ഇത് നേരെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഹോട്ടലിൽ തന്നെ നടക്കുക കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട്. ഇറച്ചിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ട്. ഐസ് കഴിച്ചിട്ട് വന്നു. ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം കഴിച്ചു. പിന്നെ ഇവിടെ വന്ന് ടോയ്ലറ്റ് തരണ. എത്ര കഷ്ടപ്പാടാണ്. ഇത് ലേഡീസ് കോളേജ് അല്ലേ, ടോയ്ലറ്റ് തരണ മതിയായി. പിന്നെ ഫൈനൽ കിട്ടി 1 മണിക്കൂറിന് ശേഷം. ഇതാ ശില്പ ടോയ്ലറ്റ് കാണിച്ചു തന്നിട്ട് ഉണ്ട് സാരിയെ കൊടുത്തിട്ട്. കറുപ്പ് കടന്ന കോട്ടാണ് ഇപ്പോൾ കിട്ടുമോ? അതെല്ലാം കിട്ടിയിട്ടുണ്ട്. കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇടുള്ളൂ. ഓക്കെ. ശില്പയുടെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. ലാസ്റ്റ് എല്ലാവരും ഒരുമിച്ചാക്കിയില്ലേ? ഇതൊക്കെയാണ് ശില്പന്റെ ഫ്രണ്ട്സ്. ഇത് അഞ്ജന. പിന്നെ അവിടെ മറ്റേ ഞങ്ങൾക്ക് നല്ല ലൂസാണിത്. കോഴിക്ക് കുപ്പായിട്ട് പോലെ ഉണ്ട്. ശ്രാവ് എന്നറിയപ്പെടുന്നു. ഷാരിന്റെ ബ്രദർ. എല്ലാവരും ഉണ്ട് ഗൈസ്. ഓക്കെ, അനു എല്ലാവരും ശില്പന്റെ ഫ്രണ്ട്സാണ്. ഞാൻ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതെ, ഞങ്ങളുടെ ട്രീറ്റ് പാർട്ട്ണർ. നമ്മൾ മാറല്ലേ ഗൈസ്. ഞങ്ങൾ മിറർ സെൽഫി എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ വീണ്ടും കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. എന്തിനാണോ ഉണ്ട്. എന്തിനാ ഈ മിറർ ഇവിടെ വെച്ചിരിക്കുന്നത്? കോളേജിൽ വന്നതും ആദ്യം മിറർ നോക്കിയിട്ടാണ് വന്നത്. മേക്കപ്പ് ചെയ്തിട്ട് വേണം പോവാൻ, ബാക്കി പഠിക്കാൻ അല്ലേ കോളേജ്. സെക്കൻഡ് ഇപ്പുറത്താണ്, ഈ സൈഡാണ്. ശില്പിയും ഇവരൊക്കെ സ്റ്റേജിൽ പോവാണ്. കൂടി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Auspicious ceremony, Meliora, presented by CMET College of Nursing, Palluruthi. Graduation ceremony.
dedication. I will serve mankind with love and compassion, recognizing their dignity and rights, irrespective of color, caste, creed, religion, and nationality. Two, one, go. അപ്പൊ പരിപാടി എന്തായി? ഗായ്സ് ഞങ്ങളിപ്പം എന്താണ് ശരവണ ഭവൻ ഹോട്ടലിൽ എത്തിയിരിക്കണം. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫുള്ള് ടയേർഡായി. ഞങ്ങളിട്ട് ഹോട്ടലിലെത്തി, രാത്രിയത്തെ കഴിച്ചിട്ട് വേണം പോകാൻ. ഇപ്പം തന്നെ 10 മണിയായി. ഗായ്സ് നമ്മൾ വടക്കഞ്ചേരിയിൽ ചിപ്സ് വാങ്ങിക്കാൻ നിർത്തി. ഇവിടെ ചിപ്സിൽ ഫേമസ് ആണ്. ഇവിടെ ചിപ്സിന് ഫേമസ് ആണല്ലേ ഇപ്പം. ശബരിമല സീസണിൻ്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ടാവും ചിപ്സ് വാങ്ങിക്കാനായിട്ട്. മൊത്തം തിരക്ക്. ഇപ്പം സമയം 11:30 ഇനിയും കണ്ടാ തിരക്ക്, ഫുള്ള് തിരക്കാണ്. അമ്മ എന്ത് കയ്യിൽ ചിപ്സും കൊണ്ട് നിൽക്കണേ. അപ്പോൾ ചിപ്സ് വാങ്ങിച്ചു. ശബരിമലയ്ക്ക് വരുന്ന എല്ലാവരും ഇവിടെ നിന്ന് ചിപ്സ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോണത്. നല്ല തിരക്കുണ്ട് കാണാവാ. ശബരിമലത്തെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ചിപ്സ് വാങ്ങിച്ചിട്ടാണ് പോണത്. ഗൈസ് അപ്പോൾ നമ്മളെ വീട് എത്തിയിട്ടുണ്ട്. വീട് ഇന്നലെ രാത്രി 12:30 എത്തിയത്. വരുമ്പോൾ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അത്ര 6:30 ഇറങ്ങി. 6 മണിക്ക് 6:15 ഒക്കെ ആവുമ്പോ ഇറങ്ങി. ഫുള്ള് ബ്ലോക്ക്. ഇവിടുന്ന് പോകുമ്പോഴും ബ്ലോക്ക്, വരുമ്പോഴും ബ്ലോക്ക്. എന്നിട്ട് ഇവിടെ എത്തുമ്പോ തന്നെ ഞങ്ങള് 12:30 അവിടെ അതുപോലെ എത്തുമ്പോ 12 മണിക്ക് എത്തുമെന്ന് വിചാരിച്ച് പോയതാണ്. 1:30 ഇറങ്ങി 1:30 എത്തിയത്. ഫുള്ള് ബ്ലോക്ക് എല്ലാവിടെയും. പോകുമ്പോഴും വരുമ്പോഴും ബ്ലോക്കായിരുന്നു. എന്നെ ഫുള്ള് ബ്ലോക്കിൽ മാത്രം പെട്ടു. പിന്നെ അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കോളേജിലെ. എക്സ്ട്രാ പൈസ ഒക്കെ ഞാൻ കൊടുത്താണ് ഫുഡിന്. പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. മീൻസ് എന്താ കഴിക്കാൻ അവിടെ ഫുഡ് എത്തിണ്ടായിരുന്നില്ല. അവന്റെ ഫുഡ് വരുന്ന വണ്ടി എന്തോ ബ്ലോക്കിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഫുള്ള് ബ്ലോക്കാണ്. അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ കഴിക്കാൻ നിന്നാ അതിലും വൈകും. കഴിക്കാൻ നിന്ന് രാവിലെ നേരം വെളുക്കുമ്പോ എത്തും. പിന്നെ മാമനും ഇന്ന് ഡ്യൂട്ടിക്കൊക്കെ പോണ്ടാണ്. മാമനും ഉണ്ടായിരുന്നു. ഞങ്ങള് മാമനൊക്കെ കൂടെയാ പോയത്. പിന്നെ അപ്പൊ ഞങ്ങള് വേഗം വന്നു പറഞ്ഞാ പരിപാടി എല്ലാം കഴിഞ്ഞതും വന്നു. കഴിക്കാൻ നിൽക്കാതെ വന്നു. പിന്നെ അവിടെ കൊറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ശില്പന്റെ എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടിട്ടുണ്ട്. മാക്സിമം ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ തിരക്ക് ഫുള്ള്. പിന്നെ എന്താ എടുക്കാൻ, ഞാൻ ഒറ്റയ്ക്ക് എന്നെ തന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങളെല്ലാം ഫ്രണ്ടിലായിരുന്നു. ഈ പാരന്റ്സിന്റെയും അതുപോലെ ഈ വന്ന ഗസ്റ്റ് ഇവരൊക്കെ ബാക്കിലായിരുന്നു. അപ്പൊ ഇവർക്കും ഞങ്ങളെ കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതിലായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റും സാധനങ്ങളൊക്കെ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മെഡലാണ് കിട്ടിയത്. കാണുന്നുണ്ടോ? കണ്ട്. ഇത് മെഡലൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്തിക്കണം. പിന്നെ കളറ് എമ്പോ എന്താ നീ ഇങ്ങനെ കൂട്ടിയാ. പിന്നെ കിട്ടിയത് ഇതാണ്. ഇതിലെന്താ സാധനം? ഇതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ നേഴ്സസ് പ്ലെഡ്ജ് ആണ് കേട്ടോ അതിലുള്ളത്. ഇങ്ങനെ ഒരു പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ നേഴ്സസിന്റെ പ്ലെഡ്ജ് എനിക്കറിയുന്നറിയില്ല. കിട്ടിയത് ഇങ്ങനെ ഒരു ബോക്സ് ആണ്. അകത്ത് നേഴ്സസിന്റെ പ്ലെഡ്ജ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ളത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് എടുക്കുന്നത് മാത്രം മതി. അതിന് ഫ്രണ്ടിലുള്ള ഇത് ഇങ്ങനെയാണ് കേട്ടുള്ളത്. തുറക്കുമ്പോ നേഴ്സസിന്റെ പ്ലെഡ്ജ് ആണ് കേട്ടുള്ളത്. ഇങ്ങനെ ഇത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഇത് 2 കിട്ടിയത്.
അപ്പോൾ സൂപ്പർ ആയിരുന്നു ഇന്നലെ. പക്ഷെ കൂടുതൽ ടൈം മാത്രം കിട്ടിയില്ല, ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂർ തൃശ്ശൂർക്ക്, പിന്നെ അവിടുന്ന് 2 മണിക്കൂറാ പ്രതീക്ഷിച്ചിട്ട് ഒരു 11:30 അതിൻ്റെ ഉള്ളിൽ എത്തും വിചാരിച്ചു. ബസ്സിലൊക്കെ പോകുമ്പോ നമുക്ക് പിന്നെയും ലേറ്റ് ആവും. പിന്നെ നോക്കുമ്പോ ഇവിടുന്ന് തൃശ്ശൂർ കറക്റ്റ് ഒരു 1.5 മണിക്കൂറിലെത്തി. അതിനുശേഷം തുടങ്ങി ബ്ലോക്ക്. അങ്കമാലി, ആലുവ ഫുള്ള്, അങ്കമാലി തൊട്ട് ആലുവ വരെ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ എടപ്പള്ളി ഇവിടുന്ന് എല്ലാവിടെയും ബ്ലോക്ക്. പിന്നെ ഒരു 1:30 അവിടെ എത്തി. 1:30 അവിടെ എത്തിയിട്ട് പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും 6:15 ഇറങ്ങിയിട്ട് വരുമ്പോ ഇവന്റെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് തന്നെ ബ്ലോക്ക് തുടങ്ങി. അതൊക്കെ 1 മണിക്കൂറാണ് തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ട് പിന്നെ അതുപോലെ എല്ലാവിടെയും നിർത്തിയാ വന്നത്. ഓരോ മണിക്കൂറാണ് ഓരോ ബ്ലോക്ക്. പിന്നെ ഫുഡ് കഴിക്കാനെല്ലാം നിന്ന്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈവനിങ് ആയിരുന്നു പ്രോഗ്രാം. അതായത് 2 to 6 ഒക്കെയാണ് വെച്ചത്. സാധാരണ മോർണിംഗിലാണ് വെക്കാറുള്ളത്. മോർണിംഗിലാവുമ്പോൾ നമുക്ക് പിന്നെയും സമയം ഉണ്ടായിരുന്നു. പോകുന്നതാണെങ്കിലും വരുന്നതാണെങ്കിലും കുറച്ച് നേരത്തെ പോകേണ്ട ആ ഒരു ബുദ്ധിമുട്ട് വരുമെങ്കിലും വരുമ്പോഴും നമുക്ക് വേഗം വീടെത്താന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ഒന്നിനും സമയമില്ലാത്ത പോലെ തോന്നി. ഉച്ചക്ക് അവിടെ എത്തുക, പിന്നെ പ്രോഗ്രാം കഴിഞ്ഞതും വരാനുള്ള സമയമായി. കുറച്ച് നിൽക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പം അതൊക്കെ അങ്ങനെ കുറേ ഇഷ്യൂസ്. അത്ര തന്നെ പ്രോഗ്രാം. സ്റ്റേജൊക്കെ സെറ്റ് ആയിരുന്നു, സ്റ്റേജ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ. പിന്നെ സമയം ഇവിടെ എത്തിയപ്പോൾ 12:30 കഴിഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചത് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങാന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷെ അവിടെ ഫുഡ് ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ. പിന്നെ ഫുഡും കഴിച്ചിട്ട് ഇറങ്ങിയാൽ ശരിയാവില്ല എന്നിട്ട് നേരെ വന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്താണ് ഗ്രാജുവേഷനാ കോൺവെക്കേഷൻ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.